2025 ജൂലൈ 24 സിറാജ് എഡിറ്റോറിയൽ. പോക്സോ ഗുരുതര കുറ്റം, ദുരുപയോഗവും ഗുരുതരമാണ്. പോക്സോ കേസന്വേഷണത്തിന്റെ വേഗം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്തെ 20 പോലീസ് ജില്ലയിലും ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയാണ് സംസ്ഥാന സർക്കാർ. 2019 സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലും സംസ്ഥാനത്ത് പോക്സോ കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലുമാണ് നടപടി. പ്രത്യേക സംഘത്തിന്റെ രൂപവൽക്കരണത്തിന്റെ ഭാഗമായി ഏപ്രിലിൽ പുതിയ 304 തസ്തിക സൃഷ്ടിച്ചിരുന്നു പോലീസിൽ. ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാനായി 2012 ശിശുദിനത്തിൽ ദേശീയ തലത്തിൽ നിലവിൽ വന്നതാണ് പോക്സോ നിയമം, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. മോശമായ രീതിയിലുള്ള പെരുമാറ്റം, അശ്ലീല വീഡിയോ നിർമ്മാണം തുടങ്ങിയവയെല്ലാം ഇതിന്റെ പരിധിയിൽ വരും. കർശനമാണ് ഇതിലെ വ്യവസ്ഥകൾ. മറ്റു നിയമങ്ങളിലെ പോലെ കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ നിരപരാധി എന്ന ആനുകൂല്യം പോക്സോ കേസ് പ്രതികൾക്ക് ലഭിക്കുന്നില്ല. നിയമം നിലവിൽ വന്നിട്ട് 13 വർഷങ്ങളായെങ്കിലും കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങളിൽ ഒട്ടും കുറവില്ലെന്നു മാത്രമല്ല, വർദ്ധിച്ചു വരികയുമാണ്. കേസിൽ അകപ്പെട്ട് കോടതി വരാന്തകളിൽ വർഷങ്ങളോളം കാത്തുകെട്ടിക്കിടക്കേണ്ടി വരുന്നവർ ധാരാളം. എങ്കിലും 2022 പുറത്തുവന്ന കണക്ക് പ്രകാരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നവയിൽ 5% താഴെ കേസുകളിൽ മാത്രമാണ് പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നത്. 95.6% പ്രതികൾ രക്ഷപ്പെടുന്നു. കേസന്വേഷണത്തിൽ അനുഭവപ്പെടുന്ന കാലതാമസവും ഇതിനെ തുടർന്ന് പ്രതികൾക്കും അവരുടെ ബന്ധുക്കൾക്കും സാക്ഷികളെ സ്വാധീനിക്കാൻ അവസരം ലഭിക്കുന്നതുമാണ് ഇതിനു കാരണമായി പറയപ്പെടുന്നത്. ഇവിടെയാണ് പുതിയ അന്വേഷണ സംഘത്തിന്റെ പ്രസക്തി. അതേസമയം അന്വേഷണത്തിന്റെ വേഗം വർദ്ധിപ്പിക്കുമ്പോൾ നിരപരാധികൾ ക്രൂശിക്കപ്പെടാതിരിക്കാൻ അതീവ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതുണ്ട്. പോക്സോ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കത്തിന്റെ പേരിൽ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ഭിന്നതയെ ചൊല്ലി, സ്വത്ത് തർക്കത്തിന്റെ പേരിൽ, അധ്യാപകനോടുള്ള വിദ്വേഷത്തിന്റെ പേരിൽ തുടങ്ങി പല കാരണങ്ങളാലും ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് പോക്സോ നിയമം. മലപ്പുറം ജില്ലയിലെ വൈക്കടവിൽ 4 വയസ്സായ മകളെ ഭാര്യാ സഹോദരൻ പീഡിപ്പിച്ചെന്ന് പിതാവ് പോലീസിൽ പരാതിപ്പെട്ടു. ഭാര്യാ സഹോദരൻ അറസ്റ്റിലാകുകയും ചെയ്തു. പിന്നീട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ പരാതി വ്യാജമാണെന്നും പിതാവ് കുട്ടിയെ പ്രലോഭിപ്പിച്ച് ഭാര്യാ സഹോദരനെതിരെ വ്യാജമൊഴി പറയിപ്പിക്കുകയായിരുന്നുവെന്നും തെളിഞ്ഞു. ഭാര്യാ സഹോദരനോടുള്ള മറ്റെന്തോ വിരോധത്തിന്റെ പേരിലായിരുന്നു വ്യാജ പരാതി. 2022 സംഭവം. ഈ വർഷമാദ്യം കിളിമാനൂർ RRV ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനെതിരെ പോക്സോ പരാതി ഉയരുകയും അന്വേഷണ വിധേയമായി അദ്ദേഹത്തെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയുമുണ്ടായി. അപവാദ പ്രചാരണത്തെ തുടർന്ന് പീഡിപ്പിക്കപ്പെട്ടുവെന്ന് ആരോപിക്കപ്പെട്ട +1 വിദ്യാർത്ഥിനിക്ക് പഠനം നിർത്തേണ്ടിയും വന്നു. അധ്യാപകർക്കിടയിലെ കുടിപ്പകയിൽ അതേ സ്കൂളിലെ ഒരു അധ്യാപിക മെനഞ്ഞെടുത്ത വ്യാജ ആരോപണമായിരുന്നു ഇതെന്ന് പിന്നീട് ബോധ്യമായി. കോട്ടയം കടുത്തുരുത്തിയിലെ പാരാമെഡിക്കൽ സ്ഥാപനത്തിലെ ഒരു അധ്യാപകനെതിരെ 2017 സ്ഥാപനത്തിലെ വിദ്യാർത്ഥിനി നൽകിയ ലൈംഗിക പീഡന പരാതി വ്യാജമായിരുന്നുവെന്ന് അടുത്തിടെ വിദ്യാർത്ഥി തന്നെ തുറന്നു പറഞ്ഞു. ചിലരുടെ പ്രേരണയ്ക്ക് വഴങ്ങിയാണ് വ്യാജ പരാതി നൽകിയതെന്ന് വ്യക്തമാക്കിയ വിദ്യാർത്ഥിനി ദേവാലയത്തിലെ പ്രാർത്ഥനയ്ക്കിടെ അധ്യാപകനോടും കുടുംബത്തോടും പരസ്യമായി മാപ്പ് ചോദിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് 88 അധ്യാപകർക്കെതിരെ പോക്സോ കേസ് നിലവിലുള്ളതായി കഴിഞ്ഞ മേയിൽ വിദ്യാഭ്യാസ വകുപ്പ് വെളിപ്പെടുത്തിയിരുന്നു. ഇതിൽ നല്ലൊരു പങ്കും വ്യാജമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കുട്ടിയുടെ സംരക്ഷണാവകാശം വിട്ടുകിട്ടാൻ പിതാവ് കുഞ്ഞിനെ ലൈംഗിക ചൂഷണം ചെയ്യുന്നുവെന്ന് പരാതികൾ കൂടി വരുന്നതായി 2019 ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത്തരമൊരു സംഭവം 2020 പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഭർത്താവ് മകളെ പീഡിപ്പിച്ചെന്ന് ഭാര്യ പരാതി നൽകി. പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞതോടെ ഭാര്യയ്ക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടു. വയനാട് ആദിവാസി മേഖലകളിൽ യുവാക്കൾക്കെതിരെ ഉയരുന്ന പല കേസുകളും പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഗോത്രജീവിത രീതികൾ പിന്തുടരുന്ന ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ സാധാരണമാണ് ബാലവിവാഹം. ഇപ്രകാരം വിവാഹം കഴിച്ചതിന്റെ പേരിൽ നിരവധി ആദിവാസി യുവാക്കളാണ് ജയിലിലായത്.
ഇതൊരു സാമൂഹിക പ്രശ്നമായി അവശേഷിക്കുകയാണ് ആദിവാസി മേഖലകളിൽ. പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ധാരാളമായി ബാലവിവാഹങ്ങൾ നടക്കുന്നുമുണ്ട്. ബാലപീഡനം ഗുരുതര കുറ്റകൃത്യമാണെന്നതിൽ രണ്ടു പക്ഷമില്ല. കുറ്റവാളികൾ നിയമ നടപടികൾക്ക് വിധേയമാക്കപ്പെടുകയും വേണം. ഇതുപോലെ തന്നെ ഗുരുതരമാണ് പോക്സോ നിയമത്തിന്റെ ദുരുപയോഗവും. നിരപരാധികൾ അപമാനിക്കപ്പെടുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുന്നതും പലരുടെയും ജീവിതം തകർക്കാൻ പോലും ഇടയാകുന്നുണ്ട് വ്യാജ പോക്സോ പരാതികൾ. കടുത്തുരുത്തിയിലെ പാരാമെഡിക്കൽ സ്ഥാപനത്തിലെ അധ്യാപകനെതിരെ ഉയർന്ന പരാതിയുടെ പിന്നാലെ പ്രസ്തുത സ്ഥാപനം പൂട്ടേണ്ടി വന്നു. വർഷങ്ങളോളം കേസിന്റെ പിന്നാലെ പോകേണ്ടി വന്നതിനാൽ അദ്ദേഹവും കുടുംബവും പാപ്പരായി. ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു പോയെന്നാണ് അധ്യാപകൻ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ബാലപീഡനവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പരാതികളിൽ കൃത്യമായ അന്വേഷണം നടത്തി സംഭവം സത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമായിരിക്കണം ആരോപണ വിധേയനെതിരെ നടപടി സ്വീകരിക്കേണ്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് ഇക്കാര്യത്തിൽ.